എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ലഹരി വിരുദ്ധ ദിനാശംസകൾ നേരുകയാണ്. ലോകത്താകമാനമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ കടത്തും. ഈ വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അണിനിരത്തുന്നതിനുമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വിയന്ന ആസ്ഥാനമായിട്ടുള്ള UNODC യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന ഘടകമാണ് ഈ ദിനാചരണങ്ങളെ ഏകോപിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഈ ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടന എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയിൽ നമ്മുടെ ഈ നാട്ടിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ എത്രയാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുള്ളതിൽ 11 കോടി ആളുകൾ ഈ മയക്കുമരുന്നിന് ഇല്ലെങ്കിൽ മദ്യത്തിന് ഇതിന് അടിമകളാണ്. അതിൽ തന്നെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3.5 കോടിയിൽ അധികം യുവാക്കളാണ്. നമ്മുടെ യുവാക്കൾ 3.5 കോടിയിലധികം ആളുകൾ മയക്കുമരുന്നിനോ ഇല്ലെങ്കിൽ മദ്യത്തിനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ലഹരികൾക്ക് അടിമകളാണ്. അതിൽ 2.5 കോടി ആളുകൾ സ്ത്രീകളാണ്. അതായത് 11 കോടി മൊത്തം ഉള്ളതിൽ 2.5 കോടി സ്ത്രീകളും. നമുക്ക് സാധാരണ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ല. നമ്മുടെ ഈ ചെറിയ ഇന്ത്യയിലെ കാര്യം പറയുന്നത് 11 കോടിയിൽ 3.5 കോടി യുവാക്കൾ, 2.5 കോടി ഈ നമ്മുടെ സ്ത്രീകൾ. അപ്പോൾ ഇതിൻ്റെ ഭീകരാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പലവിധ പ്രവർത്തനങ്ങൾ ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഒക്കെ നടത്തുന്നുണ്ട്. നമ്മൾ വിമുക്തി പോലുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പല ഡി അഡിക്ഷൻ സെൻ്ററുകൾ സർക്കാരുകളുടെ ഗ്രാൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വിപത്താണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പല ആളുകളും ഇതിന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആളുകൾ പരസ്യം ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അസുഖങ്ങൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ കൊറോണയൊക്കെ വന്ന് നമ്മൾ അതിന് വാക്സിൻ എടുത്തു, ഇല്ല മലമ്പനിക്ക് വസൂരിക്കെതിരെ വാക്സിൻ എടുത്തു. ഇങ്ങനെ വാക്സിനുകളൊക്കെ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ മനുഷ്യകുലത്തിനെ മുഴുവൻ മുടിക്കും, ഇല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ തകർക്കും, മാനസികാരോഗ്യത്തെയും ശാരീരിക തകർക്കും എന്ന് പറയുന്ന ഈ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ സർക്കാരുകൾ ആ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു കോർപ്പറേഷൻ്റെ ഒരു പരസ്യം ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. ഈ അടുത്ത ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പരസ്യമാണ്. ഇനി ആ പരസ്യത്തിലേക്ക് പോയതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതുവരെ അനുഭവിക്കാത്ത സുഖങ്ങളെല്ലാം ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോവുകയാണ്. ഇത് മദ്യമല്ലേ എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ മധു എന്നാണ് ഇതിന്റെ സാക്ഷാൽ പേര്. ഇത് കുടിച്ച് പലരും തലകറങ്ങി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഏതാണ് കറങ്ങാതെ നിൽക്കുന്നത്? ചന്ദ്രനും സൂര്യനും മറ്റു ഗോളങ്ങളും എല്ലാം കറങ്ങുകയല്ലേ. കുടിക്കൂ, ആ ചുണ്ടൊന്ന് തൊട്ടാൽ ഇതിന്റെ മാധുര്യം കൂടും. കുടിക്കൂ. കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ. വരൂ, ക്യൂവിൽ അണിചേരും. ആഡംബരങ്ങൾക്കൊരു കൈത്താങ്ങാകൂ. ഈ മയക്കുമരുന്ന് ദുരുപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അനധികൃത മദ്യമരുന്ന് കടത്ത് ചെറുക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് എല്ലാ വർഷവും ഒരു തീം ഈ ലോകാരോഗ്യ സംഘടന ഇങ്ങനെ പുറത്തിറക്കാറുണ്ട്. അങ്ങനെ 2024 തീം എന്ന് പറഞ്ഞാൽ ദി എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നാണ്. അതായത് തെളിവുകൾ വ്യക്തമാണ്, പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നാണ് അതിൻ്റെ മലയാളം. അപ്പം ഇങ്ങനെ ഒരു തീം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പരസ്യങ്ങൾ കാണേണ്ടത് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ പരസ്യം എല്ലാവരും കണ്ടല്ലോ. എനിക്കിത് ഒട്ടും ഇഷ്ടമുണ്ടായിട്ട് ഞാനോട് പ്രദർശിപ്പിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം. അത് അത്ര സത്യസന്ധത ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാക്സിനുകൾ എടുത്ത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, ഇല്ല നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാനും വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാധനത്തിന് വേണ്ടി നമ്മുടെ ഒരു കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ള പരസ്യമാണിത്. പരസ്യം മനുഷ്യരിൽ സ്വാധീനിക്കുന്ന ഒരു സ്വാധീനം എത്രത്തോളമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏത് കാര്യത്തിലും എത്ര കൊള്ളില്ലാത്ത സാധനമായാലും എത്ര മോശം വസ്തുവായാലും അത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചാൽ അതിൻ്റെ വിൽപ്പന സാധ്യത കൂടുതലാണെന്ന് നമുക്കറിയാം. ഇപ്പം ഈ മദ്യാസക്തി എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഈ മയക്കുമരുന്നിനോടുള്ള ആസക്തി എന്ന് പറയുന്നത് 1956 ലോകാരോഗ്യ സംഘടന ഇതൊരു രോഗമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്.
അതായത് മദ്യത്തോടും മയക്കുമരുന്നിനോടുമുള്ള ഏതൊരു അടിമത്തവും രോഗമാണെന്ന് ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനും 1956 പ്രഖ്യാപിച്ചതാണ്. അതിന് അവർ പറയുന്ന ഡെഫിനിഷൻ ആരുടെയെങ്കിലും മദ്യാശ്രയം ശ്രദ്ധേയമായ മാനസിക തകരാറുകൾ വരുത്തി വെക്കുന്നതിനും ശാരീരികവും മാനസികവുമായ ആരോഗ്യം, വ്യക്തിബന്ധങ്ങൾ, സാമൂഹികവും സാമ്പത്തികവുമായ കർത്തവ്യങ്ങളുടെ സുഗമമായ നിർവഹണം എന്നിവയ്ക്ക് ശല്യമാവുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം ആളുകളെ അമിത ആസക്തർ, മദ്യാസക്തർ ഇല്ലെങ്കിൽ മയക്കുമരുന്നിന് ആസക്തർ എന്ന് വിളിക്കപ്പെടാമെന്നാണ് രോഗാരോഗ്യ സംഘടന പറയുന്നത്. അതിനുള്ള ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെ നമ്മൾ ആദ്യം ഞാൻ കണക്ക് പറഞ്ഞു 11 കോടി അടിമകൾ നമ്മുടെ നാട്ടിലുണ്ട്. അടിമകൾ എന്ന് പറഞ്ഞാൽ മദ്യാസക്തരയില്ല, മയക്കുമരുന്ന് ആസക്തരായിട്ടുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഇത്തരം ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലൂടെ യുവ സമൂഹത്തിലാണ് ഇത്തരം ഒരു പരസ്യം നമ്മൾ കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഈ മദ്യാസക്തരെ സംബന്ധിച്ച് വളരെ കഷ്ടപ്പെട്ട ഓരോ മദ്യപാന രോഗിയും ഇല്ലെങ്കിൽ ഓരോ മയക്കുമരുന്ന് അഡിക്റ്റായിട്ടുള്ളവർ, ഞാനിപ്പോൾ കഴിഞ്ഞ 14 വർഷമായിട്ട് മദ്യം ഉപയോഗിക്കാത്ത ഒരാളാണ്. അതിന് എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, ഒരുപാട് സംഘടനകളുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ആളാണ് പാല അഡാപ്റ്റിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ശ്രീ NM സഭാഷൻ സാർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിലനിന്ന് പോകുന്നില്ല, എന്നെപ്പോലെ പല ആളുകളും നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ദിവസവും ഓരോ മദ്യപാന രോഗിയും ഇല്ലെങ്കിൽ ഓരോ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നവരും അവരുടെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അവർ ഏത് ദൈവത്തിൽ വിശ്വസിക്കോട്ടെ, അവർ ദൈവവിശ്വാസികളല്ലാതായിക്കോട്ടെ, അവർ പറയുന്നത് ദൈവമേ ഇന്നൊരു ദിവസം എന്നെ ഈ മദ്യത്തിൽ നിന്ന് ഇല്ല ഈ മയക്കുമരുന്നിൽ നിന്ന് മാറ്റി നിർത്തണമേ, ഇന്നൊരു ദിവസത്തേക്ക്. അല്ലാണ്ട് ഞാനിപ്പോൾ ഈ 14 വർഷം മദ്യപിക്കാതിരുന്നു എന്ന് വിചാരിച്ച് നാളുകളിൽ മദ്യപിക്കാൻ പാടില്ല ഒന്നുമില്ല. കാരണം അതിൽ കൂടുതൽ വർഷങ്ങൾ മദ്യപിക്കാതിരുന്നിട്ട് മദ്യപിച്ച ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അത് ഈ ഒരു രോഗാവസ്ഥയിൽ എത്തിപ്പെട്ട ആളുകൾ അതിൽ നിന്ന് മോചിതരാകുക അത്ര എളുപ്പമല്ല. ജീവിതകാലം അവസാനം വരെ, മരണം വരെ അവരുടെ ആ ഒരു അഡിക്ഷൻ അവരുടെ ഞരമ്പുകളിലുണ്ടാവും, അവരുടെ രക്തത്തിലുണ്ടാവും. അപ്പൊ അത്തരക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ, ഈ പ്രതലത്തിലാണ് ഇത്തരം പരസ്യങ്ങൾ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും എന്നാലോചിച്ച് നോക്കണം. നമുക്കറിയാം നമ്മുടെ സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗം ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നാളെ ഇപ്പോൾ കുറച്ച് ശവപ്പെട്ടി കച്ചവടക്കാരെല്ലാം കൂടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിട്ട് ഇവരൊരു പരസ്യം ചെയ്യുക, വരൂ നിങ്ങൾ ഇതിനൊക്കെ കിടക്കാൻ നിങ്ങൾക്ക് കൊതിയാകുന്നില്ലേ, എത്രയും പെട്ടെന്ന് മരിക്കൂ എന്നൊരു പരസ്യം കുറെ ശവപ്പെട്ടിക്കാർ കൂടി ചെയ്താൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ നമ്മുടെ ഞാൻ മദ്യത്തിനെതിരാണ്, ഞാൻ മദ്യം കഴിക്കുന്ന ആളല്ല എന്ന് വിചാരിച്ച് മദ്യപാനികൾക്കെതിരല്ല. അതായത് നിയന്ത്രിച്ച് മദ്യപിക്കാൻ സാധിക്കുന്ന ആളുകളോട് ഞാനിത് ആരെയും ഉപദേശിക്കാൻ പോകുന്നത്. എൻ്റെ അനുഭവം കൊണ്ട് എനിക്കിത് പറ്റാത്തത് കൊണ്ട് ഞാനിത് നിർത്തി ഇല്ലെങ്കിൽ കഴിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥ അറിയാം. നമ്മൾ 257% മുകളിൽ നികുതി കൊടുത്താണ്. അതായത് 400 രൂപയുടെ സാധനം ഇല്ല 40 രൂപയുടെ സാധനം 400 രൂപയ്ക്ക് ഇല്ല 50 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് വിൽക്കുന്നതിൽ കടയിൽ പോയി വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് പല സ്ഥലത്തും, പ്രത്യേകിച്ച് ഹൈ റേഞ്ചിന്റെ പല മേഖലകളിലും ഈ സാധനം ലഭ്യമല്ല. പല കടകളില്ല. അതിന് പറയുന്ന ന്യായങ്ങൾ അത് മെയിൻ റോഡിൽ വെക്കത്തില്ല, ഇല്ലെങ്കിൽ ഇത്ര പഞ്ചായത്തിൽ വെക്കത്തില്ല. അതിന് ഒരുപാട് അകലങ്ങളുണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ഒരു 10-40 കിലോമീറ്റർ അകലെ ആ കടയെങ്കിൽ അവിടെ ആ പ്രാദേശികമായിട്ട് അവിടെ കുറച്ച് ഓട്ടോറിക്ഷക്കാരോ ഇല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകിച്ച് വേറെ തൊഴിലില്ലാത്ത ആളുകളോ ഒരു ധനസമ്പാദനത്തിനായിട്ട് ഈ സാധനങ്ങൾ കുറെ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വെച്ച് വിൽക്കുന്നു. അതിനൊരു ചെറിയൊരു ലാഭം എടുത്തില്ല, കമ്മീഷൻ എടുത്തില്ല, വണ്ടിക്കൂലി എടുത്ത് ഇവരിത് സാധാരണക്കാർക്ക് കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം പല ആളുകളും സർക്കാരിൻ്റെ ഇത്തരം സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ ഈ സ്വകാര്യ മേഖലയിൽ ഉള്ള ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇല്ലെങ്കിൽ ലാഭം കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തന്നെ വ്യാജ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതിൻ്റെ വസ്തുതയെ പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഈ അടുത്ത നാൾ കണ്ടു, നമ്മളെക്കാൾ ഈ മദ്യത്തിന് വില കുറവുള്ള നമ്മുടെ തൊട്ടയൽ സംസ്ഥാനത്ത് 55ഓളം ആളുകൾ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചു. നമ്മുടെ നാട്ടിലും വിഷമദ്യ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടി പറയല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സാധനം സുലഭമാക്കുക. ഏത് സാധനവും നമ്മൾ അടച്ച് പൂട്ടി വെക്കുമ്പോൾ അതിനോടുള്ളൊരു കാണാനുള്ള ഇല്ല അറിയാനുള്ള ഒരു ആകാംക്ഷ, ഒരു ആർത്തി സാധാരണ മനുഷ്യർ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ഈ നാടുകളിൽ ചാരായ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഓരോ സിറ്റികളിലും കവറുകളിലും 2-3 കടകൾ ഉണ്ടായിരുന്നത് നമുക്കറിയാം. അപ്പം അതുപോലെ വേറൊരു കാര്യം, ഇത് കൊണ്ടുവന്നിട്ട് ഈ സാധനം വിൽക്കുന്നു. ഇപ്പം ഈ നാം പറഞ്ഞ 60 രൂപയുടെ സാധനം 500 രൂപയ്ക്ക് വിൽക്കുന്നു. അതുമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ എക്സൈസ് ഇല്ല, പോലീസ് അങ്ങനെ ഏതെങ്കിലും കിട്ടപ്പെട്ടില്ല അവരെ ഓടിച്ചിട്ട് പിടിക്കുന്നു. അവർ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാൻ പറ്റത്തില്ല, വഴി വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവരെ പീഡിപ്പിക്കുമ്പോൾ ഇവരിത് ഒളിച്ചിരുന്ന് ഇത് ഉപയോഗിക്കാനും ഇല്ലെങ്കിൽ എളുപ്പമാർഗത്തിൽ ഉപയോഗിക്കാനുള്ള ആളുകൾ കുറേ പേര് മയക്കുമരുന്നിലേക്ക് തിരിയും. അതുപോലെ വ്യാജന്മാരായിട്ടുള്ള ആളുകൾ ഈ ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിന്തിരിയണം. ഒന്നുകിൽ എന്നല്ല, ഈ ഒരു സാധനം നിർത്തുന്നത് അത്ര പ്രായോഗികമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മദ്യം നിർത്തിയിട്ടുള്ള പല സംസ്ഥാനങ്ങളോട് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും. പക്ഷെ നമ്മുടെ ഈ മദ്യം ലഭിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതലായിട്ട് ഈ മദ്യം ലഭിക്കുന്നത് മദ്യം നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ മദ്യ നിരോധനം ഉള്ള സംസ്ഥാനങ്ങളിലാണ്. അത് തീർത്തും വ്യാജനാണ്. സർക്കാരിന്റെ തലത്തിലുള്ള കാര്യങ്ങളൊന്നും തീർത്തും വ്യാജനാണ്. അപ്പൊ ഇപ്പം ഇത്തരം വ്യാജന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഇതുപോലുള്ള വിമുക്തികൾ ഇല്ലെങ്കിൽ ഈ
ഈ ഡി അഡിക്ഷൻ സെന്ററുകളെ സഹായിക്കുന്ന ആ പണം പോലും വേണ്ട, ഇതിന് നല്ല രീതിയിലുള്ള ബോധവൽക്കരണവും നല്ല രീതിയിൽ ആളുകൾക്ക് ഈ സാധനം ലഭ്യമാക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി മദ്യവിരുദ്ധ ഇല്ലെങ്കിൽ ലഹരി വിരുദ്ധ ദിനാശംസകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.